കൊല്ലപ്പെട്ടവർക്ക് ആദരമായി ബീഹാറിലെ പൊതുപരിപാടിക്കിടെ 2 മിനിറ്റ് മൗനം ആചരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times. साथियों, शांति और सुरक्षा ये तेज विकास की सबसे जरूरी शर्त है. विकसित भारत के लिए विकसित बिहार जरूरी है. बिहार में विकास हो और विकास का लाभ यहां हर वर्ग, हर क्षेत्र तक पहुंचे, ये हम सभी का प्रयास है. पंचायती राज दिवस पर इस कार्यक्रम से जुड़ने के लिए मैं एक बार फिर आप सभी का आभार व्यक्त करता हूं. बहुत बहुत धन्यवाद. मेरे साथ बोले भारत माता की, भारत माता की, भारत माता की. നരേന്ദ്രമോദി പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടിയാണ് ബീഹാറിൽ നടന്നത്. ബീഹാർ മുഖ്യമന്ത്രി, ബീഹാർ ഗവർണർ ഉൾപ്പെടെയുള്ളവർ ആ വേദിയിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് തന്നെ പഹൽഗാമിൽ മരിച്ച സാധാരണക്കാരായ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടായിരുന്നു. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു 2 മിനിറ്റ് മൗനം ആചരിച്ചു. അതിനുശേഷം അദ്ദേഹം ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞു. ഭീകരവാദികളെ വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആക്രമണം നടത്തിയവർക്കും അതിന് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും അവർക്ക് കടുത്ത ശിക്ഷ നൽകും. അവർക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത തരത്തിൽ അവരെ ശിക്ഷിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അക്കാര്യത്തിൽ ഉചിതമായ നടപടി ഉണ്ടാകും. ആക്രമണം നടത്തിയവരെയും ഗൂഢാലോചന നടത്തിയവരെയും ശിക്ഷിക്കും. കടുത്ത ശിക്ഷ തന്നെയായിരിക്കും. അവർക്ക് ഒരുപക്ഷെ സങ്കല്പിക്കാൻ കഴിയാത്ത, അവർക്ക് ഓർക്കാൻ പോലും കഴിയാത്ത ശിക്ഷയായിരിക്കും നൽകുക എന്ന് പ്രധാനമന്ത്രി ബീഹാറിലെ പൊതുപരിപാടിയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഈ ഭീകരാക്രമണത്തിന് ശേഷം സൗദിയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലെത്തി. പിന്നീട് ഔദ്യോഗിക യോഗങ്ങളിലാണ് പങ്കെടുത്തത്. അതിനുശേഷം ആദ്യ പൊതുപരിപാടിയാണ് ഇന്ന് ബീഹാറിൽ നടന്നത്. ആ യോഗത്തിലാണ് കടുത്ത ഭാഷയിൽ ഇതിനെ അപലപിക്കുകയും കർശനമായി അവരെ ശിക്ഷിക്കും, അതിന് പങ്കെടുത്തവരും അതിലെ ഗൂഢാലോചന നടത്തിയവരും കർശനമായി അവരെ ശിക്ഷിക്കും, അവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ശിക്ഷയായിരിക്കും അവർക്ക് മേൽ രാജ്യം നൽകുക എന്ന മുന്നറിയിപ്പ് കൂടിയാണ് പ്രധാനമന്ത്രി ഈ യോഗത്തിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യോഗം തുടങ്ങുന്നത് തന്നെ 2 മിനിറ്റ് പ്രധാനമന്ത്രി ഇതിൽ മൗനം ആചരിച്ചുകൊണ്ടാണ്. അതിൽ ജീവൻ നഷ്ടപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു ആ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മൾ വാർത്താമഴയിലേക്ക് വിശദമായി കടക്കുകയാണ്. പാകിസ്ഥാനെതിരെ നയതന്ത്ര യുദ്ധം. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ ശക്തമാക്കി സൈന്യം. സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന NIA സംഘം 100-ലധികം പ്രദേശവാസികളുടെ മൊഴിയെടുത്തു. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു. ഭീകരർക്കായി സൈന്യം പ്രദേശത്ത് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കി. IG-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഭീകരാക്രമണം നടന്ന ബൈസ്രൻ തായ്വരിലെത്തി പരിശോധന നടത്തി. ഭീകരാക്രമണത്തിന് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിൽ NIA സംഘം അന്വേഷണം തുടരുന്നു. കശ്മീർ പോലീസും NIA സഹായിക്കുന്നുണ്ട്. ഭീകരാക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ 7-അംഗ സംഘത്തിനായുള്ള തിരച്ചിൽ സുരക്ഷാസേന ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശവാസികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. NIA സംഘം ലോക്കൽ പോലീസുമായി ചേർന്ന് സാക്ഷിമൊഴികൾ പരിശോധിക്കും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജവാൻ വീരമൃത്യു വരിച്ചു. ഇവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം ഉച്ചയ്ക്ക് 3 മണിക്ക് ചേരും. ബൽറാം നെടുങ്ങാടി, 24, ശ്രീനഗർ.
പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. ഡൽഹിയിലെ ഉന്നത പാക് നയതന്ത്രജ്ഞനെ അർദ്ധരാത്രിയിൽ വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ തീരുമാനം അറിയിച്ചു. നയതന്ത്ര കാര്യാലയത്തിലെ സൈനിക അറ്റാഷകളെ ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കൈമാറിയത്. ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട് ചേരും. പെഹൽഗാം ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നയതന്ത്ര മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പിന്നാലെ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് രാജ്യം. ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാറൈച്ചിനെ ഇന്ത്യ വിളിച്ചു വരുത്തി. പേഴ്സോണ നോൺ ഗ്രേറ്റ നോട്ട് കൈമാറി. പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്ന ഔദ്യോഗിക അറിയിപ്പാണിത്. ഭീകരതയ്ക്കെതിരെയുള്ള തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ഇന്ന് ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുക്കും. അതിനിടെ ആശങ്കയുടെ താഴ്വരയിൽ നിന്ന് മലയാളികളായ വിനോദസഞ്ചാരികൾ തിരികെ നാടുകളിലേക്കെത്തി. ഡൽഹിയിലെത്തിയ 23-അംഗ സംഘം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നമ്മൾ പെഹൽഗാമിൽ പോയി ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് നമ്മൾ കവർ ചെയ്തു. രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് വണ്ടിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിൽ വെച്ചിട്ട് പെട്ടെന്ന് വാഹനങ്ങളെല്ലാം കൂടി ബ്ലോക്ക് ആവുന്നുണ്ട്. കുറേ പേര് ഓടി വണ്ടിയിൽ കയറുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ബഹളങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കേൾക്കണം. അപ്പോൾ മൊത്തത്തിലൊരു എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ അനുഭവത്തിലും ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ ജസ്റ്റ് അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിന്റെ സുരക്ഷ കേന്ദ്ര സർക്കാരിനാണ്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്നും കോൺഗ്രസ് പറഞ്ഞു. ശക്തമായ തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു. ഭീകരതയെ ഒറ്റക്കെട്ടായി നേരിടാനാണ് രാജ്യമൊരുങ്ങുന്നത്. നയതന്ത്ര മേഖലയെ കൂടാതെ പ്രതിരോധ മേഖലയിൽ കൂടി നടപടികൾ കടുപ്പിച്ചേക്കാം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത വിജി, 24. ഭൂമിയിലെ സ്വർഗമായ കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് പെഹൽഗാമിലെ ബൈസറൻ വാലി ഇപ്പോഴും മുക്തമായിട്ടില്ല. നിരപരാധികളുടെ ചോര വീണ താഴ്വര ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ബൈസറൻ വാലി ഗ്രൗണ്ടിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബൈസരൻ താഴ്വരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബൈസരൻ താഴ്വരയിലെ ഈ പിക്നിക് സ്പോട്ടാണ് 2 ദിവസം മുമ്പ് ഭീകരവാദികളുടെ ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിന്റെ മുഴുവൻ ദുഃഖമായി മാറിയത്. ഇവിടെ വെച്ചാണ് 26 നിരപരാധികളായ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഭീകരവാദികൾ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മഞ്ഞു മൂടി നിൽക്കുന്ന പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ പൈൻ മരങ്ങൾ, അവയ്ക്ക് താഴെയായി പരന്നു കിടക്കുന്ന പുൽമൈതാനം. ഇത്തരത്തിൽ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ഒരു ബൈസരൻ വാലിയെ ജനങ്ങളുടെ പ്രിയങ്കരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയതും. സമീപകാലത്തായി ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബൈസരൻ വാലി. അവിടുത്തെ സീസൺ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. മഞ്ഞുകാലത്ത് കഴിഞ്ഞ 4-5 മാസങ്ങളായി മഞ്ഞു മൂടിയ ഈ പ്രദേശം വേനലെത്തുന്നതോടുകൂടി തെളിഞ്ഞ് അതിന്റെ പൂർണ്ണ ഭംഗിയിൽ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സമയമാണ് ഏപ്രിൽ ആദ്യവാരത്തോടെ. അതുമുതൽ ഇവിടേക്ക് ജനങ്ങളുടെ പ്രവാഹമാകും. ആ ഒരു സമയം ലക്ഷ്യമാക്കി തന്നെയാണ് ഭീകരവാദികൾ ഇവിടേക്ക് എത്തിയതും ജനങ്ങളെ ക്രൂരമായി തന്നെ ആക്രമിക്കുകയും ചെയ്തത്. 26 പേർക്കാണ് ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒട്ടേറെ ഗൂഢാലോചന നടത്തി, പഠനം നടത്തി തന്നെയാണ് ഭീകരവാദികൾ ഈ ഒരു മേഖലയെ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. ഈ ബൈസരൻ വാലിയിൽ രാവിലെ എത്തിയ ആളുകൾ, അവർ ഈ ട്രക്കിംഗ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഘട്ടം, ഉച്ച കഴിഞ്ഞ് എത്തുന്ന ആളുകൾ, ഇവരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉച്ചയ്ക്ക് 2-2:30 വരെയുള്ള ഒരു സമയം. ഈ സമയം തന്നെയാണ് ഭീകരവാദികൾ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പൈൻമരക്കാടുകൾക്ക് ഇടയിൽ നിന്നാണ് അവർ എത്തിയതും. ഇവിടെയുണ്ടായിരുന്ന ആളുകളോട് അവർ, കുഞ്ഞു കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവർ, സ്ത്രീകളടക്കമുള്ളവർക്കിടയിൽ വെച്ച് ഇവരോട് ഓരോരുത്തരോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് തലയ്ക്ക് വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അവർ മടങ്ങിയതും ഈ ഒരു വനമേഖലയിലേക്കാണ്. ഇവിടെ ഊർജിതമായി തന്നെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ ആക്രമണത്തിന്റെ വിവരമറിഞ്ഞ് ഉടൻ തന്നെ ജാഗ്രതാ നിർദ്ദേശം സുരക്ഷാ
സേന നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശം വളഞ്ഞതിനാൽ ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത്. ഒപ്പം തന്നെ എന്നാൽ ഇതിനൊരു പ്രധാന വെല്ലുവിളിയാകുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന്റെ 3 ഭാഗവും ഈ മൈതാനത്ത് ഇത്തരത്തിലുള്ള ഉയർന്ന പൈൻമരക്കാടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഉള്ളിൽ ഒരു ഒളി സങ്കേതം അത് മനുഷ്യ തിരച്ചിലാൽ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ആ ദൗത്യമാണ് സുരക്ഷാ സേന കഴിഞ്ഞ 48 മണിക്കൂറായി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പൈൻമരക്കാടുകളിൽ എല്ലാം തന്നെ അരിച്ചു പെറുക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. പുതിയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യൂണിറ്റിനെ അടക്കം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. കൂടാതെ ഡ്രോൺ മാർഗമുള്ള തെരച്ചിൽ, മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഈ പ്രദേശം. സുരക്ഷാ പരിശോധനകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. NIA സംഘം അല്പസമയം മുമ്പ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു, ഇന്നും പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ ഏജൻസികളുടെ പരിശോധന ഇപ്പോഴും നടക്കുന്നതിനാൽ തന്നെ അതീവ ജാഗ്രതയിലാണ്. ഇത് ഒരു ക്രൈം സ്പോട്ട് ആയതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കടക്കം പ്രവേശനം ഇപ്പോൾ അനുവദിക്കുന്നില്ല. പുതിയതായി ഒരാൾ പോലും ഇവിടേക്ക് എത്തുന്നില്ല കഴിഞ്ഞ 48 മണിക്കൂറിലധികമായി എന്നുള്ളത്. ഇപ്പോഴും സുരക്ഷാ സേനയുടെ വലയത്തിലാണ് ഈ ബൈസരൻ താഴ്വരയിൽ നിന്നും 50 കിലോമീറ്റർ വരുന്ന പ്രദേശം. അവിടെ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ബൈസരൻ വാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പെഹൽഗാമിൽ നിന്ന് ഏതാണ്ട് 5-6 കിലോമീറ്റർ യാത്ര ചെയ്യണം ബൈസറൻ വാലി, മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലിയിലെത്താൻ. അവിടെ ഭീകരാക്രമണം നടന്ന പ്രദേശത്തു നിന്നാണ് ബൽറാം നെടുങ്ങാടി ഈ റിപ്പോർട്ട് തയ്യാറാക്കി. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ മധുബനിയിലെ പൊതുപരിപാടിയിൽ മൗനമാചരിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി പൊതുവേദിയിലെത്തുന്നത്. ആക്രമണത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. Today, from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times. साथियों, शांति और सुरक्षा ये तेज विकास की सबसे जरूरी शर्त है. विकसित भारत के लिए विकसित बिहार जरूरी है. बिहार में विकास हो. അതേസമയം ഭീകരാക്രമണത്തിൽ ഡൽഹിയിലെ പാക് എംബസിക്ക് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. 100 കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി എംബസിക്ക് മുന്നിലെത്തിയത്. പെഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും ഒപ്പം ശ്രീനാഥ് ചന്ദ്രനും വിശദാംശങ്ങൾ നൽകും. വിനീത, പ്രധാനമന്ത്രി ബീഹാറിലെ മധുബനിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാട് രാജ്യം സ്വീകരിക്കും, ശത്രുക്കൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ മൗനം ആചരിക്കുന്നു. പ്രസംഗം തുടങ്ങിയത് ഹിന്ദിയിലാണ്. ഈ പർട്ടിക്കുലർ ഭാഗം, ഈ പ്രത്യേക ഭാഗം പറയുമ്പോൾ അദ്ദേഹം പ്രസംഗം ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നു. ലോകത്ത് മുഴുവൻ ഒരുപക്ഷെ ഒരു സൗണ്ട് ബൈറ്റ് എന്ന നിലയിൽ ഇത് കേൾക്കണം എന്നതുകൊണ്ടാകാം ഹിന്ദിയിലുള്ള പ്രസംഗം മധുബനിയിലെ സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഭാഗം മാത്രം ഇംഗ്ലീഷിലാക്കിയത് എന്ന് കരുതാം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം യഥാർത്ഥത്തിൽ ഇന്നലത്തെ നയതന്ത്ര നീക്കത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന കടുത്ത നടപടിയുടെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലല്ലേ നമ്മൾ കാണേണ്ടത്?
വിജയകുമാർ, ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം നേരത്തെ ഈ ഭീകരാക്രമണത്തിനെതിരെ എക്സ്പോസ്റ്റിലൂടെയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ നയം അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുകയാണ്. ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള സാധാരണക്കാർക്ക്, ബീഹാറിലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുന്നു. പിന്നീട് ഒരുപക്ഷെ ലോകരാജ്യങ്ങളിലേക്കടക്കം ആ സന്ദേശം എത്തിക്കുക എന്നത് കൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രത്യേക ഭാഗം, അതായത് ഭീകരതയെ തുടച്ചു നീക്കുമെന്നും അതിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറയുന്ന ആ ഭാഗം അദ്ദേഹം ഇംഗ്ലീഷിൽ അദ്ദേഹം അത് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജ്യം മുഴുവൻ ഈ ഘട്ടത്തിൽ ഈ ജീവൻ നഷ്ടമായവർക്കൊപ്പമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മധുബനിയിലെ പൊതുപരിപാടിയിൽ അദ്ദേഹം മൗനം ആചരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുന്നത്. ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമായ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം നയം വ്യക്തമാക്കുന്നത്. ഈ രാജ്യം മുഴുവൻ കുടുംബങ്ങൾക്കൊപ്പം, ഈ ജീവൻ നഷ്ടമായ ആളുകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടത് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിനോദത്തിനും മറ്റുമായി എത്തിയ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭീകരതയെ ചെറുക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ചേർന്ന യോഗത്തിനൊക്കെ പിന്നാലെ ശക്തമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തിരിച്ചടിക്കുമെന്ന ഒരു ഉറപ്പ് കൂടി നൽകുകയാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ. കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ഈ സങ്കടം ഞാൻ പങ്കുവെക്കുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. ഭീകരരെ പിന്തുടർന്ന് ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അദ്ദേഹം താക്കീത് നൽകുകയാണ്. ഇന്ത്യയുടെ ആത്മാവിനെയാണ് ഭീകരവാദികൾ ആക്രമിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. ഈ വിചാരിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും ഇന്ത്യ ഇക്കാര്യത്തിൽ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഭീകരരും അവർക്ക് പിന്നിലുള്ളവരും തിരിച്ചടി നേരിടുമെന്ന് പറയുന്നു. ഇന്നലെ സംസാരിച്ചപ്പോഴും രാജ്നാഥ് സിംഗ് ഇത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ ആക്രമണം നടത്തിയ 6-7 ഭീകരർ മാത്രമല്ല, ഈ തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ആളുകൾ, ഇതിന് ആസൂത്രണം നൽകിയവർ, ഇതിന്റെ ഭാഗമായിട്ടുള്ളവർ, ഇവരെ ആരെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഇന്നലെ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇതാ പ്രധാനമന്ത്രിയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഭീകരർക്കും ഒപ്പം അവർക്ക് പിന്നിലുള്ളവർക്കും തിരിച്ചടി നൽകും, അവർ തിരിച്ചടി നേരിടുമെന്നും പറയുന്നുണ്ട്. അത് വിചാരിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുന്നതെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുടെ സ്പിരിറ്റ് തകർക്കാൻ ആർക്കും കഴിയില്ല, ഒറ്റക്കെട്ടായി രാജ്യം മുന്നോട്ട് പോവുകയാണെന്ന് അദ്ദേഹം അതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഗൂഢാലോചന നടത്തിയവർ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ തിരിച്ചടി നേരിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഈ തിരിച്ചടിക്ക് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. നയതന്ത്ര മേഖലയിൽ ായ ആ കടുത്ത നിയന്ത്രണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത് കൂടാതെ പ്രതിരോധ മേഖലയിലടക്കം കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഭീകരതയെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി രാജ്യം മുന്നോട്ട് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം, ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു താക്കീത് കൂടി വന്നിരിക്കുന്നത്. വിജയകുമാർ. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഈ ഭീകരാക്രമണത്തിന് ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടിയായിരുന്നു നടന്നത് ബീഹാറിലെ മധുബനിയിൽ. അവിടെയാണ് കടുത്ത ഭാഷയിൽ അതിനെ വിമർശിക്കുകയും അതിശക്തമായ മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തിരിക്കുന്നത്. ശത്രുക്കൾക്ക്, ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തിരിച്ചടി ഇക്കാര്യത്തിൽ ഇന്ത്യ നൽകും, രാജ്യം നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹിയിലെ പാക് എംബസിക്ക് മുന്നിൽ പ്രതിഷേധം ശക്തമായി. നൂറുകണക്കിന് ആളുകളാണ് എംബസിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡുകളൊക്കെ ഭേദിച്ച് പ്രതിഷേധക്കാർ മുന്നേറുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഈ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയോ? ഒരു ഘട്ടത്തിൽ എംബസിക്ക് മുന്നിലെ ബാരിക്കേഡ് ഭേദിച്ച് കുറച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തല്ലോ. ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ് അവിടെ, നയതന്ത്ര കാര്യാലയങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം. അവിടെ ഈ സെക്യൂരിറ്റി, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്ന് ഇത്രയും വലിയ ജനക്കൂട്ടം അവിടെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? തീർച്ചയായും വിജയകുമാർ, ഇന്ന് രാവിലെ 2 പ്രതിഷേധങ്ങളാണ് ദില്ലിയിൽ പ്രധാനമായി ഉണ്ടായത്. അതിലൊന്ന് രാവിലെ ഹൈക്കമ്മീഷന് മുന്നിലായിരുന്നു, പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിലായിരുന്നു ആദ്യത്തെ പ്രതിഷേധം ഉണ്ടാകുന്നത്. രാവിലെ ഹൈക്കമ്മീഷന് മുന്നിലുണ്ടായിരുന്ന ബാരിക്കേഡുകളുമൊക്കെ പോലീസ് എടുത്തു മാറ്റിയിരുന്നു. പക്ഷേ പിന്നാലെ പ്രതിഷേധക്കാർ അവിടെ എത്തുകയും പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ച് എംബസിക്കകത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കണം എന്നുവരെ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് വീണ്ടും ബാരിക്കേഡുകൾ അവിടെ സ്ഥാപിക്കേണ്ടി വന്നത്. പിന്നീട് പ്രതിഷേധക്കാരുടെ എണ്ണം കൂടുകയും അവിടെ ഉന്തും തള്ളും ഉണ്ടാകുകയും എംബസിക്കകത്തേക്ക് പ്രവേശിച്ച് മടങ്ങൂ എന്നുള്ള രീതിയിൽ പ്രതിഷേധക്കാർ
നിലയുറപ്പിച്ച് നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അനുനയിപ്പിച്ച് അവരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസിന് കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നീട് ചാണക്യപുരിക്കടുത്തുള്ള ഈ തീൻമൂർത്തി മാർഗിലേക്ക് പ്രതിഷേധക്കാർ എത്തുന്നത്. പക്ഷേ ഹൈക്കമ്മീഷന് മുന്നിൽ കണ്ടതിൻ്റെ 10 മടങ്ങ് ആളുകൾ ഈ തീൻമൂർത്തി മാർഗിൽ ഉണ്ടായിരുന്നു. അതായത് 100 കണക്കിന് പേരാണ് ദേശീയ പതാകയും എന്തി വലിയ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. ഇവിടെ റോഡിന്റെ തുടക്ക ഭാഗത്തും റോഡ് അവസാനിക്കുന്ന ഭാഗത്തും രണ്ടിടത്തും ബാരിക്കേഡുകൾ പോലീസ് സ്ഥാപിച്ചിരുന്നു. ആദ്യത്തെ ബാരിക്കേഡ് അനായാസം പ്രതിഷേധക്കാർക്ക് മറികടക്കാൻ കഴിഞ്ഞു. അത് മറികടന്ന് പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. ഈ റോഡിന്റെ ഒരു പ്രത്യേകത, ഈ തീൻമൂർത്തി മാർഗിൽ നിന്ന് മുന്നോട്ട് പോയാലാണ് പാകിസ്ഥാൻ എംബസി അടക്കമുള്ള ആ മേഖലയിലേക്ക് എത്താൻ കഴിയുക. ആ പോകുന്ന വഴിക്ക് അമേരിക്കൻ എംബസി അടക്കമുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ രണ്ടാമത്തെ ബാരിക്കേഡ് മറികടന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രതിഷേധക്കാർ എന്തായാലും ഹൈക്കമ്മീഷനിലേക്ക് എത്തും, പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് എത്തും എന്നത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ബാരിക്കേഡിന് മുന്നിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ദില്ലി പോലീസിന്റെയും ഒക്കെ വലിയ സംഘത്തെ നിയോഗിച്ചാണ് അവരെ തടയാൻ വേണ്ടി ഈ പോലീസിന് കഴിഞ്ഞത്. പിന്നീട് അല്പസമയം മുമ്പ് ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും അവരുടെ അമർഷവും ദേഷ്യവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. പാകിസ്ഥാൻകാർക്ക് ആർക്കും ഇനി ഇന്ത്യയിൽ ഇടമില്ല. മാത്രമല്ല ഇനി ഈ നയതന്ത്ര തലത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തുമ്പോഴും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുമ്പോഴും അവർ ചെയ്യുന്ന തെറ്റിന് അവർ അർഹിക്കുന്ന തരത്തിലുള്ള വലിയ ശിക്ഷ നൽകണം എന്നതാണ് പ്രതിഷേധക്കാർ ഇവിടെ മുദ്രാവാക്യത്തിൽ വിളിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഏതായാലും അത്തരം പ്രതിഷേധങ്ങൾ ദില്ലിയിൽ കാണുമ്പോൾ രാജ്യത്താകെ ജനതയ്ക്കുള്ളിലുള്ള ഒരു അമർഷം അത് ഇന്ന് രാവിലെ വർദ്ധിപ്പിക്കാൻ പിന്നെയും ഒരു കാരണം കൂടി ഉണ്ടായി. ഹൈക്കമ്മീഷനിലേക്ക് ഇന്ന് രാവിലെ പാകിസ്ഥാൻ പൗരന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പലരുടെയും വിസ ഏതായാലും 2 ദിവസത്തിനകം ഇപ്പോൾ വിസയുടെ കാലാവധി അവസാനിക്കും. കാരണം പാകിസ്ഥാൻകാർക്ക് ഇനി വിസയില്ല. ഇവിടെയുള്ള ആളുകൾക്ക് 48 മണിക്കൂറിനകം അത് റദ്ദാക്കി തിരികെ സ്വദേശത്തേക്ക് പാകിസ്ഥാനിലേക്ക് മടങ്ങുകയും വേണം. അങ്ങനെ പോകേണ്ട ആളുകളൊക്കെയാണ് രേഖകളുമായി ഹൈക്കമ്മീഷനിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു കേക്കുമായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് വന്ന ദൃശ്യങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ്. അയാൾ ഒരു മറുപടിയും അത് ആര് ഓർഡർ ചെയ്തു, എന്തിന് ഓർഡർ ചെയ്തു എന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഒരു കൃത്യമായ ഒരു മറുപടി പറയാതെ ഹൈക്കമ്മീഷനുള്ളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കൂടി കണ്ടതോടെ യഥാർത്ഥത്തിൽ പ്രതിഷേധം കുറച്ചുകൂടി അണപൊട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയി. മാത്രമല്ല ജമ്മു കശ്മീരിൽ ഇന്ന് വലിയ ഏറ്റുമുട്ടൽ പോലീസും സുരക്ഷാ ഏജൻസികളും സൈന്യവും ഒപ്പം തന്നെ ഈ ഭീകരരും തമ്മിൽ നടക്കുന്നുണ്ട്. ഉത്തംപൂരിൽ അങ്ങനെ കനത്ത ഒരു ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് ജീവൻ നഷ്ടമായി, അദ്ദേഹം വീരമൃത്യു വരിക്കുകയും ചെയ്തു. അങ്ങനെ പല ഘടകങ്ങൾ, പല വാർത്തകൾ ഇന്ന് രാവിലെ വന്നതോടെ പ്രതിഷേധക്കാർക്ക് അവരുടെ രോഷം അത് പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതാണ് യഥാർത്ഥത്തിൽ ഇന്നും ദില്ലിയിലെ തെരുവുകളിൽ കണ്ടതും. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഒരു കേക്കുമായി പോകുന്നതാണ്. ഇയാളോട് മാധ്യമപ്രവർത്തകർ നിങ്ങൾ ആരാണ്, ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനാണോ, എന്തിനാണ് കേക്കുമായി ഇന്ന് പോകുന്നതെന്ന ചോദ്യത്തിന് ഒരക്ഷരം പോലും മറുപടി പറയാതെ അയാൾ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ ദൃശ്യങ്ങൾ. पाकिस्तान हाई कमीशन से क्या रिस्पॉन्स है? में कई बड़े निर्णय लिए गए हैं। पाक के जो राजनयिक हैं उनको इस सप्ताह में भारत छोड़ने का आदेश दिया गया है, लेकिन इंडियन ऑफिशियल्स को अपने हाथों में बताइए ना, कैन यू प्लीज टेल अस हु आर यू? वो बोल नहीं रहे हैं। ഈ ദിവസം പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ കേക്ക് മുറിച്ച് എന്താഘോഷം എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും പറയാതെ അയാൾ ആ കേക്കുമായി ആ കെട്ടിടത്തിനകത്തേക്ക് നടന്നു നീങ്ങുകയാണ്. അതിൽ എത്താവുന്ന സ്ഥലത്തേക്ക് മുഴുവൻ അയാളെ പിന്തുടർന്ന മാധ്യമപ്രവർത്തകർ ഈ കേക്കുമായി നിങ്ങൾ എന്തിനു പോകുന്നു എന്ന ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അയാൾ ഒരക്ഷരം പോലും മറുപടി പറയാതെ കേക്ക് മുറിച്ച് എന്തോ ആഘോഷം അവിടെ നടക്കുന്നുണ്ട് എന്ന സൂചന മാത്രമേ ഉള്ളൂ. ആ കെട്ടിടത്തിനകത്തേക്ക് പോയി. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന ഇന്ത്യയുടെ ആരോപണത്തിന് തെളിവില്ല എന്നാണ് പാകിസ്ഥാന്റെ വാദം. ആക്രമണത്തിന് പിന്നാലെ പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യ വിലക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടി അപക്വമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര മിന്നലാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലും തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അതിനിടെ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണത്തിനും സൈനികാഭ്യാസത്തിനും പാകിസ്ഥാൻ നീക്കം നടത്തുന്നതായും വിവരമുണ്ട്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ ആരോപണത്തിൽ തെളിവില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. അതിനിടെ ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഒരാൾ കേക്കുമായി എത്തി. എന്തിനാണ് കേക്കെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ മറുപടി നൽകിയില്ല. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധമാണുണ്ടായത്. തീൻമൂർത്തി മാർഗിൽ പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് നീങ്ങി. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ലക്ഷ്യമാക്കിയായിരുന്നു പ്രതിഷേധക്കാരുടെ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടി അപക്വമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ നീക്കം ഭീരുത്വമെന്നും അപക്വമെന്നും പാകിസ്ഥാൻ ഊർജ്ജമന്ത്രി
അവൈസ് ലഗാരി പ്രതികരിച്ചു. ഇന്ത്യയുടെ ജലയുദ്ധം അനധികൃതമാണ്. സിന്ധു നദിയിലെ ഓരോ ജലത്തുള്ളിയും തങ്ങളുടെ അവകാശമാണെന്നും എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. 24 ഡൽഹി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അപൂർവ നീക്കമാണ്. യുദ്ധകാലത്ത് പോലും പുനഃപരിശോധിക്കാത്ത കരാറായിരുന്നു ഇത്. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇന്ത്യ കടുത്ത നീക്കം നടത്തുമ്പോൾ പാകിസ്ഥാന് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാകും. എന്താണ് ഈ കരാർ എന്ന് പരിശോധിക്കാം. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. 1960-ൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തിക്കുന്നത് ഈ കരാർ വഴിയാണ്. ഉടമ്പടി പ്രകാരം ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളിലെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യയ്ക്കാണ്. സിന്ധു, ചെനാബ്, ഝലം എന്നിവയിലെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ 9 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ സാധ്യമായത്. കരാർ അനുസരിച്ച് ഇന്ത്യയ്ക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതുൽപാദനം, ഗതാഗതം, മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട്. 2001-ലെ പാർലമെന്റ് ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം, കാർഗിൽ യുദ്ധം എന്നിവ ഉണ്ടായപ്പോൾ പോലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാണിത്. കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂഴലുന്ന പാകിസ്ഥാന് അത് ഇരട്ട പ്രഹരമാകും. പാകിസ്ഥാന്റെ വൈദ്യുതി മേഖലയ്ക്കും ഈ നീക്കം തിരിച്ചടിയാകും. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കാണ്. ന്യൂസ് ഡെസ്ക് 24. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം. You are watching 24. You are watching 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പഹൽഗാമിലെ ബൈസറൻ വാലിയിലെ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. ഭീകരാക്രമണ സമയം ഇവിടെ ഉണ്ടായിരുന്ന കോഴിക്കോട് നരിക്കുനി സ്വദേശി മുഹമ്മദ് നിഹാൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഭീകരർ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം.
കോഴിക്കോട് നരിക്കുനി സ്വദേശി മുഹമ്മദ് നിഹാലാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പകർത്തിയതാണ് ആ ദൃശ്യങ്ങൾ. തന്റെ കൺമുന്നിൽ വെച്ച് പിതാവിനെ ഭീകരർ നിറയൊഴിച്ചതിന്റെ നടുക്കത്തിലാണ് കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. തരിച്ചുപോയ തങ്ങളെ പ്രദേശവാസികൾ ചേർത്തു നിർത്തിയെന്നും ആരതി പറഞ്ഞു. ഗൺഷോട്ട് കേട്ടു, ഇത് ടെററിസ്റ്റ് അറ്റാക്കാന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേർഡ് ആയിട്ട് ഓടി. ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും, ഖലീമ, കൽമ, കലീമ, അങ്ങനെ അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പം നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അച്ഛന്റെ ജീവൻ നഷ്ടമായി. ഓടി ഒളിച്ച് തന്റെ പിന്നാലെയും ഭീകരരെത്തി തോക്കുകൊണ്ട് തലയിൽ തട്ടി. സൈനിക വേഷത്തിലുള്ളവർ അല്ല തന്റെ അടുത്തേക്ക് എത്തിയതെന്നും ആരതി. ഇയാൾ കൂടാണ്ട് വേറെ ആളുണ്ടായിരുന്നു. ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി 2. അതിലത്തെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക്. ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, എനിക്കറിയില്ല. ആക്രമണത്തിന് ശേഷം തങ്ങളെ ചേർത്ത് പിടിച്ചത് കശ്മീരികളായ 2 യുവാക്കളാണ്. ശ്രീനഗറിൽ എത്തുന്നതുവരെ അവർ ഒപ്പമുണ്ടായിരുന്നു. തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെ അവരെ കാണുന്നുവെന്നും ആരതി. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ 2 പേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ദുബൈയിൽ ജോലി ചെയ്യുന്ന ആരതി കഴിഞ്ഞയാഴ്ചയാണ് നാട്ടിലെത്തിയത്. അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കുമൊപ്പം കശ്മീരിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയതിനിടയിലായിരുന്നു ആക്രമണം. 24 കൊച്ചി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമാണ് മൃതദേഹങ്ങൾ ജന്മനാടുകളിൽ എത്തിച്ചത്. മുഖ്യമന്ത്രിമാരും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും കൊല്ലപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ഉല്ലാസയാത്രയ്ക്കായി ചിരിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിയവരുടെ ചേതനയേറ്റ ശരീരമേറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ വിറയലിലാണ് ഈ കുടുംബങ്ങൾ. ഭാര്യയും മക്കളുമൊത്താണ് പലരും കശ്മീരിലേക്ക് പോയത്. തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആംബുലൻസിൽ ജീവനില്ലാത്ത ഉറ്റവരുടെ ചാരത്ത് അവർ ഉണ്ടായിരുന്നു. കൺമുന്നിൽ പ്രിയപ്പെട്ടവർ പിടഞ്ഞു വീണതിൻ്റെ നടുക്കം ആ കണ്ണുകളിലുണ്ട്. പോലീസ് സൈഡ് में रख के उससे पूछा हिंदू है कि मुसलमान है. मुसलमान है तो पहले कलमा पढ़ के दिखा. जैसे हमें पता ही नहीं, हम पीछे पलट के देखे हो क्या रहा है. हम उसकी तरफ स्माइल करके पूछे भैया क्या हुआ. कह रहे हिंदू है मुसलमान. मैंने कहा हिंदू. मार दिया. पहली गन उसी पे चलाई. उसके बाद 70 लोगों को मार दिया. क्यों मार दिया. കൗസ്തുബ്, ഗൻബോട്ടെ എന്നിവരുടെ മൃതദേഹം പുലർച്ചെ വീടുകളിലെത്തിച്ചു. ബംഗളൂരുവിലെ മദിക്കരയിൽ നിന്ന് കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ വൃദ്ധമാതാക്കൾ ഇന്ന് രാവിലെയോടെ മാത്രമാണ് മകൻ മരിച്ചതറിഞ്ഞത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീട്ടിലെത്തി ആദരമർപ്പിച്ചു. മഞ്ജുനാഥ് റാവുവിൻ്റെ മൃതദേഹം രാവിലെ 10 മണിയോടെയാണ് ശിവമോഗയിലെ വീട്ടിലെത്തിച്ചത്. ഗുജറാത്ത് സ്വദേശികളായ അച്ഛൻ യതീഷ് പാർമറിൻ്റെയും മകൻ സുമിത് പാർമറിൻ്റെയും മൃതദേഹം ഒരുമിച്ച് വീട്ടിലേക്ക് എത്തിച്ചത് ഹൃദയഭേദക കാഴ്ചയായി മാറി. സൂറത്തിൽ നിന്നുള്ള സുരേഷ് കാലാദിയുടെ മൃതദേഹം രാവിലെ സംസ്കരിച്ചു. ഒഡീഷ സ്വദേശി പ്രശാന്ത് സത്പതി, രാജസ്ഥാൻ സ്വദേശി നീരജ് ഉദ്വാനി, അസമിൽ നിന്നുള്ള താഗെ ഹേലങ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളും ഇന്ന് നടക്കും. 24 ചെന്നൈ. അല്പസമയം മുമ്പാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നത്. പഹൽഗാം വിഷയത്തിൽ ഭീകരാക്രമണ വിഷയം ചർച്ചയായി. അതിൽ കോൺഗ്രസിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. ഇന്റലിജൻസ് പരാജയവും സുരക്ഷാ വീഴ്ചയും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഭാവിയിൽ
ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. BJP ഭിന്നിപ്പുണ്ടാക്കാൻ ഇതിനിടയിൽ ശ്രമിക്കുന്നുവെന്ന ആരോപണവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. നാളെ കോൺഗ്രസ് രാജ്യവ്യാപകമായി മെഴുകുതിരി മാർച്ചുകൾ നടത്തും. കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചും ഭീകരതയ്ക്കെതിരെയുമാണ് ഈ മാർച്ച് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. PCC DCC തലങ്ങളിലാണ് ഈ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. അത്തരമൊരു യോഗം ചേരണമെന്ന് കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കെ സി വേണുഗോപാൽ പറയുന്നുണ്ട്. ഈ യോഗത്തിൽ ഒരുപക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഇന്റലിജൻസ് വീഴ്ച, സുരക്ഷാ വീഴ്ച തുടങ്ങിയവ കോൺഗ്രസ് ആ യോഗത്തിൽ ഇന്ന് പ്രതിരോധ മന്ത്രിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിനെ അക്കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് അറിയിച്ചേക്കും. മറ്റൊരു വിവരം കൂടിയുള്ളത്, പാകിസ്ഥാനിൽ ഒരു സുരക്ഷാ ഉന്നതതല യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. സൈനിക മേധാവികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ സ്വീകരിച്ചതിന് പിന്നാലെ ആണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ചില നടപടികൾക്ക് ഒരുങ്ങുന്നത് എന്ന വിവരം നേരത്തെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഉന്നതതല യോഗം ഇപ്പോൾ ഇസ്ലാമാബാദിൽ ചേരുന്നത്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. UDF പ്രവേശനത്തിന് പിന്തുണ തേടി ഘടകകക്ഷി നേതാക്കളെ കാണാൻ PV അൻവർ. മുസ്ലിം ലീഗ് നേതൃത്വത്തെയും കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തെയും കാണാൻ അനുമതി തേടി. നിലമ്പൂരിൽ UDFന്റെ വിജയമാണ് പ്രധാനമെന്ന് PV അൻവർ പ്രതികരിച്ചു. നിലമ്പൂരിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് 24നോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനമെന്ന ആവശ്യത്തിൽ ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ PV അൻവറിനോട് പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സഹകരണം ഉണ്ടാകുമെന്ന് ഇരുകൂട്ടരും ചർച്ചയിൽ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടുപുറകെയാണ് ഘടകകക്ഷികളുടെ പിന്തുണ തേടി PV അൻവർ നേതാക്കളെ നേരിട്ട് കാണുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തെയും കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തെയും കാണും. മറ്റുള്ളവരുമായി ഫോണിൽ സംസാരിക്കും. ഘടകകക്ഷികളെ കാണുന്നത് മര്യാദയാണെന്നും UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ പ്രധാനമെന്നും PV അൻവർ. UDFലെ ഘടകകക്ഷി ലീഡർഷിപ്പുമായി കാണൽ ഞങ്ങളുടെ ഒരു മര്യാദയാണല്ലോ. ആ രീതിയിൽ UDFലെ മറ്റു ഘടകകക്ഷികളുമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് ഈ പറയുന്ന ആളുകളെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ അവകാശവാദങ്ങളുമായി കൂടുതൽ പേർ എത്തുകയാണ്. സ്ത്രീകളെയും പരിഗണിക്കണമെന്നും സഭകളുടെ പിന്തുണ തനിക്കുണ്ടെന്നും മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് 24നോട്. തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അവിടെ, കാരണം സ്ത്രീകൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാലോ നമ്മൾ അവർക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൊടുത്താലേ തീർച്ചയായിട്ടും കഴിവ് അവർക്ക് തെളിയിക്കാൻ സാധിക്കുള്ളൂ. അവസരങ്ങളില്ലാതെ മുന്നോട്ട് വരാൻ പറ്റത്തില്ല. സഭ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിനകത്ത് കാര്യമായിട്ട് ഇടപെടുമെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ 100% സഭയുടെ ഒരു വിശ്വാസിയാണ്. സഭ എന്നെ സപ്പോർട്ട് ചെയ്യും. പ്രചാരണത്തിന് ആക്കം കൂട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലമ്പൂരിലെ നേതൃയോഗത്തിലും പങ്കെടുത്തു. 24 മലപ്പുറം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. SCPമാരായ K ജയകുമാർ, അബ്ദുൾ സലാം, രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണ സംഘം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഈ കേസിൽ കാര്യമായ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. നേരത്തെ ഒരു കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ കോടതി കുറ്റമുക്തനാക്കിയ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് കുറെ കൂടി ശക്തമായ അന്വേഷണം വേണമെന്ന് പോലീസിനകത്ത് തന്നെ അഭിപ്രായമുള്ളതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഈ പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതായത് ഷൈൻ ടോം ചാക്കോയെ ഇനി വിളിച്ചു വരുത്തണമെങ്കിൽ അത് കൂടുതൽ തെളിവുകളും മൊഴികളും ഒക്കെ സമാഹരിച്ച ശേഷം മാത്രം മതിയെന്ന്. അതിനുവേണ്ടിയാണ് പുതിയൊരു ടീം രൂപീകരിച്ചിരിക്കുന്നത്. ഈ 3 SCPമാർ ചോദ്യം ചെയ്തവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായി അവരായിരിക്കും ഈ ടീം ഹെഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഡാൻസർ സംഘവും നോർത്ത് പോലീസും സൈബർ അംഗങ്ങളുമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. ഇവരുടെ ഉത്തരവാദിത്വം ഷൈനുമായി ബന്ധപ്പെട്ട് ഷൈൻ നൽകിയ മൊഴിയിലെ ചില പേരുകൾ, അതിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരത്തിലൊരു വിപുലമായ ടീം രൂപീകരിച്ചിരിക്കുന്നത്. ഇവർ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. പരമാവധി തെളിവുകളും മൊഴികളും ഒക്കെ ഷൈൻ ടോം ചാക്കോക്കെതിരെ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിലവിൽ SCPമാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഷൈൻ ടോം ചാക്കോയെ വീണ്ടും വിളിച്ചു വരുത്തുകയുള്ളൂ എന്നും
നിലവിൽ പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. വിപുലമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ വിമർശനങ്ങൾ കേട്ടിരുന്നു. ഈ കേസ് എടുത്ത ഘട്ടത്തിൽ പോലും ഈ കേസ് കോടതിയിൽ നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അവരുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഷൈന്റെ കോൾ റെക്കോർഡുകളും അതോടൊപ്പം ബാങ്ക് ഇടപാടുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഷൈൻ അന്നേ ദിവസം കണ്ടിട്ടുള്ള ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് അവരുടെ പരിശോധനകളും വിവരശേഖരണവും പുരോഗമിക്കുന്നത്. വിജയകുമാർ. യെസ്, SCP-മാരായ കെ ജയകുമാർ, അബ്ദുൾ സലാം, രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. കൂടുതൽ തെളിവ് ശേഖരണം ഉൾപ്പെടെ ബാക്കിയുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാർ ഉൾപ്പെടെ 5 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ച അന്വേഷണ സംഘം. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമെ നിർമ്മാതാവിനും കൊച്ചിയിലെ മോഡൽ, മുൻ ബിഗ് ബോസ് താരം എന്നിവർക്കും നോട്ടീസ് നൽകി. ഈ 3 പേരുമായും തസ്ലീമ സുൽത്താന സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കഞ്ചാവ് കടത്തിനെക്കുറിച്ചും സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതോടെയാണ് കൂടുതൽ പേർക്ക് ചോദ്യം ചെയ്യൽ നോട്ടീസ്. എന്തിനു വേണ്ടിയാണ് പണമിടപാട് നടത്തിയത് എന്നതിൽ വ്യക്തത വരുത്താനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ലഹരി ഇടപാടുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, കൊച്ചിയിലെ മോഡൽ, ബിഗ് ബോസ് താരം, സിനിമാ മേഖലയിലെ മറ്റൊരാൾ എന്നിവരോട് തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. പ്രതികൾ 3 പേരെ ഇന്നലെ എറണാകുളത്തെ ഇവർ താമസിച്ച 2 ഹോട്ടലുകളിലും സുഹൃത്തിന്റെ ഫ്ളാറ്റിലും കഞ്ചാവ് പിടികൂടിയ ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന പ്രതികളെ ഇന്ന് ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും. പ്രതി തസ്ലീമ സുൽത്താന്റെ ഫോണിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചുവെന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. പ്രതികളെ ചോദ്യം ചെയ്തതിൽ തസ്ലീമയിൽ നിന്നാണ് ലഹരികടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാനും എക്സൈസ് അപേക്ഷ നൽകിയേക്കാം. 24 ആലപ്പുഴ. വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ആരോപണവുമായി യുവനടി അപർണ ജോൺസും രംഗത്ത്. സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ നടൻ മോശമായി പെരുമാറിയെന്നാണ് അപർണ ജോൺസിന്റെ വെളിപ്പെടുത്തൽ. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും വിൻസി അലോഷ്യസ് ഉന്നയിച്ച പരാതിക്ക് പൂർണ്ണ പിന്തുണയെന്നും അപർണ ജോൺസ് 24നോട് പറഞ്ഞു. സൂത്രവാക്യം സിനിമാ ലൊക്കേഷനിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പെരുമാറ്റം സഹിക്കാൻ കഴിയാത്തതായിരുന്നെന്ന് നടി അപർണ ജോൺസ്. ചിത്രീകരണ സമയത്ത് നടന്റെ വായിൽ നിന്ന് ലഹരി താഴെ വീണതായി കണ്ടു. ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും അപർണ ജോസ് തുറന്നടിച്ചു. എന്നോട് മാത്രമല്ല, അവിടെ സെറ്റില് മറ്റു സ്ത്രീകളോട് ഞാൻ സാക്ഷിയായിരിക്കവേ ഉള്ള പെരുമാറ്റം സെറ്റില് വളരെ മോശമായ രീതിയിൽ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ വളരെ ഡിസ്റ്റർബിംഗ് ആവുന്ന തരത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മോശമായ അനുഭവം ഉണ്ടായപ്പോൾ സിനിമയിലെ സഹപ്രവർത്തകർ തന്ന ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. ഷൈൻ കഴിവുള്ള പ്രതിഭയാണെന്നും ഈ ആരോപണങ്ങൾ അദ്ദേഹത്തെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും നടി. അദ്ദേഹം നല്ലൊരു നടനാണ്. ആ നടൻ മലയാള സിനിമയിൽ നിന്ന് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം തിരിച്ചു വന്നോട്ടെ, നല്ലതായിട്ട് ഈ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യാൻ പ്രാപ്തനായിട്ട് അദ്ദേഹം തിരിച്ചു വരണമെന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുവാൻ. അത് തന്നെയാണ് വിൻസിയും ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അസഹനീയമായ പെരുമാറ്റം ഷൈന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് വിൻസി പരാതിപ്പെട്ടതെന്ന് കരുതുന്നു. വിൻസിയുടെ പരാതിക്ക് പൂർണ്ണ പിന്തുണ. അമ്മ സംഘടനയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അപർണ വ്യക്തമാക്കി. 24 കൊച്ചി. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഫെഫ്കയ്ക്കെതിരെ വിമർശനം ശക്തം. ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞവർ മണിക്കൂറുകൾ കൊണ്ട് നിലപാട് മാറ്റിയെന്ന് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണങ്ങൾ പച്ചക്കള്ളമെന്നാണ് 24നോട് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത്. സൂത്രവാക്യം സിനിമ ICC യോഗത്തിൽ ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പിലേക്കെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഫെഫ്കയ്ക്കെതിരായുള്ള വിമർശനം ശക്തമാകുന്നത്. ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി സംസാരിച്ചതിന് ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഫെഫ്ക ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം. ഷൈൻ ടോം ചാക്കോയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും എന്ത് അധികാരമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട്. ട്രേഡ് യൂണിയൻ അല്ലേ, അവരെന്താണ് നിർമ്മാതാക്കളെ ഞങ്ങളുടെ ഈ സൂത്രവാക്യത്തിന് നിർമ്മാതാവിനെ വിളിച്ച് അവര് എക്സ്പ്ലനേഷൻ ചോദിച്ചായിരുന്നു. അന്ന് കണ്ടില്ല, ഷൈൻ ടോം ചാക്കോയുടെ കൂടെ അവനും ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഷൈൻ ടോം ചാക്കോയെ വിളിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചു. അതിന്റെ ആവശ്യം അവർക്ക് തന്നെ അവരുടെ ഏരിയ അല്ലല്ലോ അത്.
ലഹരിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞവർ മണിക്കൂറുകൾ കൊണ്ട് നിലപാട് മാറ്റിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ജി സുരേഷ് കുമാർ. നമ്മുടെ ഓഫീസിൽ വന്ന് സംസാരിച്ചിട്ട് പോയിട്ട് 24 മണിക്കൂറിനകത്ത് അവരുടെ നിലപാട് മാറ്റിയിട്ട് വേറെ രീതിയിൽ അയാളെ ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്ന് പറയാൻ, അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അവർ തീരുമാനം എടുത്തോട്ടെ. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തോളാം. ഇതിനിടയിൽ എതിർപ്പ് ശക്തമാക്കിക്കൊണ്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രതികരണവും പുറത്തുവന്നു. ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ചുമതലയുള്ള പ്രൊഡ്യൂസർ അസോസിയേഷനെ അറിയിക്കുന്ന മുറയ്ക്ക് അത് എന്ത് തന്നെയായാലും അതിനോടൊപ്പമായിരിക്കും ഫെഫ്ക എന്ന് അന്ന് ആ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഫെഫ്ക അട്ടിമറിക്കുന്നതായി ആരോപണം ഉയരുന്നതെന്ന് എനിക്കറിയില്ല. അത്തരം ആരോപണങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നു. അതിനെ യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഐസി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം നടനെതിരെ എന്ത് നടപടികൾ സിനിമാ സംഘടനകൾ സ്വീകരിക്കുമെന്ന ചോദ്യം ബാക്കി നിൽക്കെയാണ് സംഘടനകൾ തമ്മിലുള്ള വാദപ്രതിവാദം. 24 കൊച്ചി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് നാളെ രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ മെഴുകുതിരി മാർച്ച്. PCC, DCC തലങ്ങളിലാണ് മാർച്ച് നടത്തുക. പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ആക്രമണം എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചത്. പ്രദേശത്ത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായില്ല എന്നും ഇന്റലിജൻസ് പരാജയവും സുരക്ഷാ വീഴ്ചയും സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. This cowardly and calculated act of terror, masterminded by Pakistan, is an assault, direct assault on the values of our republic. The deliberate targeting of Hindus was done to inflame passions across the country. We appeal for calm in the face of this grave provocation and reaffirm our collective strength in the face of adversity. വിനീത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇന്നിപ്പോൾ സർവകക്ഷി യോഗം വൈകിട്ട് കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നേതാക്കൾ പങ്കെടുക്കും. ഈ ഇന്റലിജൻസ് വീഴ്ച സംബന്ധിച്ചും സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ആ യോഗത്തിൽ കോൺഗ്രസ് ഉന്നയിക്കും എന്ന് കരുതാം, അല്ലേ? വിജയകുമാർ, അത്തരം പ്രതികരണങ്ങൾ ഇന്നത്തെ യോഗത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇത് KC വേണുഗോപാൽ അടക്കം ഇക്കാര്യം പറഞ്ഞതാണ്. കാരണം പ്രതിപക്ഷം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള നടപടികൾ അത് ഞങ്ങൾ ഉന്നയിക്കുമെന്ന് KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാവിക്കും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷവും എന്ന നിലയിൽ ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമെന്നാണ് KC വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഒരു അനുശോചനമടക്കം അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവർ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതാണെങ്കിലും ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ്. പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അക്രമമാണിതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്നുവെന്നും ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇന്റലിജൻസ് പരാജയവും ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ചയും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. ഇതിനിടെ BJP ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതായ ഒരു ആരോപണം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭാവിക്കും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷവും എന്ന നിലയിലും ഇത്തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. അത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്നാണ് പറയുന്നത്. നാളെ കോൺഗ്രസ് രാജ്യവ്യാപകമായി മെഴുകുതിരി മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. AICC ഇന്ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നു. ആ യോഗ തീരുമാനങ്ങളാണ് KC വേണുഗോപാൽ വിശദീകരിച്ചത്. വിശദാംശങ്ങളാണ് വിനീത വിജി നൽകിയത്. വലിയ ഇടയന് വീട. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് ഒഴുകിയെത്തുന്നത് 10,000. വിശ്വാസി പ്രവാഹം കണക്കിലെടുത്ത് റോമിൽ റെയിൽവേ വിമാന സർവീസുകൾ വിപുലമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ വരെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മൃതദേഹം സൂക്ഷിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. ഏകദേശം 2 ലക്ഷം പേർ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. തിരുവനന്തപുരം അമ്പലമുക്കിലെ വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ വിധിച്ച് കോടതി. പ്രതിയുടെ മാനസിക നിലയും മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും വിശദമായി പരിശോധിച്ചാണ് ശിക്ഷ. കൊടും ക്രൂരതയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതിയോട് നന്ദിയെന്ന് വിനീതയുടെ ബന്ധുക്കളും പ്രതികരിച്ചു. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നുള്ള പ്രോസിക്യൂഷൻ വാദത്തെ തുടർന്ന് പ്രതിയുടെ മാനസിക നില പരിശോധനാ റിപ്പോർട്ടടക്കം 7 റിപ്പോർട്ടുകൾ കോടതി വിശദമായി പരിശോധിച്ചിരുന്നു.
കൊടും കുറ്റവാളിയായ രാജേന്ദ്രന് മാനസിക പരിവർത്തന സാധ്യത ഇല്ലെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. പ്രതിയായ രാജേന്ദ്രൻ കൊടും കുറ്റവാളിയാണെന്നും കവർച്ചയ്ക്കിടെ തമിഴ്നാട്ടിലും കേരളത്തിലും 4 ക്രൂര കൊലപാതകങ്ങൾ നടത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ജീവപര്യന്തം ശിക്ഷ നൽകിയാൽ ശിക്ഷാ ഇളവ് നേടി പ്രതി സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ഉറപ്പു പറയാനാകില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ കോടതിയെ അറിയിച്ചു. ശിക്ഷ വിധിക്ക് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരാഞ്ഞ കോടതിയോട് തനിക്ക് 70 വയസ്സുള്ള അമ്മയുണ്ടെന്നും അമ്മയുടെ സംരക്ഷണം തന്റെ ചുമതലയിലാണെന്നും പ്രതി പറഞ്ഞു. എന്നാൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചാണ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. പ്രതി ഒരു കാരണവശാലും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇന്ന് തന്നെ ഈ ശിക്ഷ വിധിക്കുമ്പോൾ കോടതി കൂട്ടിനകത്ത് പ്രതി ഒരു നിർവികാരനായിട്ടാണ് പ്രതി ഇന്ന് കൂട്ടിൽ നിന്നത് തന്നെ. സൗണ്ട് ഇല്ലാതാക്കുക. ഇവിടെ വായി പൊത്തിപ്പിടിച്ച് കഴുത്തിന് കൊത്തിക്കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ സൗണ്ട് പുറത്തു വരത്തില്ല. അതാണ് എൻ്റെ എല്ലാ 4 മർഡറിൻ്റെയും MO. അതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത എല്ലാ ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് ഇവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. പരമാവധി ശിക്ഷ നൽകിയ കോടതിയോട് നന്ദി അറിയിച്ച വിനീതയുടെ ബന്ധുക്കൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇനി വിനീതകൾ ഇനിയും മരിക്കും. അക്ഷയ് കുമാറിനെ പോലുള്ള ഇനിയും പിള്ളേർ അനാഥയാകപ്പെടും. അപ്പോൾ അതിനെക്കാട്ടിലും വധശിക്ഷ കിട്ടിയത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. 2022 ഫെബ്രുവരി 6 തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ കൊലപാതകം നടന്നത്. അലങ്കാര ചെടി വിൽപ്പന സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന വിനീതയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല മോഷ്ടിക്കാനാണ് തമിഴ്നാട് തോവാള സ്വദേശി രാജേന്ദ്രൻ കൊലപാതകം നടത്തിയത്. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തി ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് തിരുവനന്തപുരത്തും കൊലപാതകം നടത്തിയത്. തിരുവനന്തപുരം 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് വധശിക്ഷ വിധിച്ചത്. തമിഴ്നാട്ടിൽ 3, കേരളത്തിൽ 1, 4 കൊലപാതകങ്ങളിലും പ്രതി രാജേന്ദ്രൻ്റേത് സമാനമായ മോഡ് ഓഫ് ഓപ്പറാൻഡി. ആ ക്രൂരത കണക്കിലെടുത്താണ് കോടതി വധശിക്ഷ വിധിച്ചത്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. കോട്ടയം ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഉറാങ് കൊല്ലാൻ ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമെന്ന് പോലീസ്. ശബ്ദം കേട്ട് ഭാര്യ ഉണർന്നതുകൊണ്ടാണ് മീരയെ കൊന്നതെന്ന് പ്രതി മൊഴി നൽകി. വിജയകുമാർ കൊടുത്ത കേസ് കാരണമാണ് ഗർഭം അലസിപ്പോയ ഭാര്യയെ പരിചരിക്കാൻ പോകാൻ കഴിയാതിരുന്നത് എന്നും ഉറാങ് മൊഴി നൽകി. അതേസമയം പ്രതി DVRുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ ജോയിന്റ് ഡയറക്ടർക്കും നിർണായക പങ്കെന്ന് അന്വേഷണ റിപ്പോർട്ട്. സെയിൽസ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ രാജ് കപൂർ ക്ഷേമനിധി ബോർഡിൽ വെൽഫെയർ ഓഫീസറായിരുന്ന കാലത്താണ് ക്ലർക്ക് കെ സംഗീത് കോടികൾ തട്ടിയത്. സസ്പെൻഷനിലുള്ള കെ സംഗീതിനെ കൂടാതെ 6 ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചതായി ജില്ലാ ലോട്ടറി ഓഫീസർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തി. ജില്ലാ ലോട്ടറി ഓഫീസർ Y മുഹമ്മദ് റിജാം KAS ആണ് ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ചത്. നടന്നത് ആസൂത്രിത തട്ടിപ്പെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. തട്ടിപ്പ് നടന്ന 2018 മുതൽ 20 വരെ ക്ഷേമനിധി ബോർഡിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ സൂപ്രണ്ട്, സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ എന്നിവർക്കും ഗുരുതര വീഴ്ച സംഭവിച്ചു. അന്നത്തെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ രാജ് കപൂർ ഒപ്പിട്ട ശേഷമാണ് ചെക്കുകൾ ക്ലർക്ക് കെ സംഗീത് ബാങ്കിന് കൈമാറിയത്. ഇങ്ങനെ കോടികൾ തട്ടിയെടുത്തതായും രേഖകൾ നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. 7 ഉദ്യോഗസ്ഥരുടെ പേരുൾപ്പെട്ട പട്ടിക ജില്ലാ ലോട്ടറി ഓഫീസർ ലോട്ടറി ഡയറക്ടർക്ക് കൈമാറി. ഒരാളൊഴികെ മറ്റെല്ലാവരും നിലവിൽ സർവീസിലുള്ളവരാണ്. ഇവരിൽ നിന്ന് വിശദീകരണം തേടി നഷ്ടമായ ആ തുക തിരികെ പിടിക്കണമെന്നും തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ തുടരന്വേഷണവും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. എന്നാൽ ഏപ്രിൽ 14 നൽകിയ റിപ്പോർട്ടിന്മേൽ ഡയറക്ടർ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഭരണപക്ഷ സംഘടനയുടെ സമ്മർദ്ദം കാരണമാണ് ഡയറക്ടർ റിപ്പോർട്ടിന്മേൽ നടപടി വൈകിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം. കേസിലെ മുഖ്യകണ്ണി കെ സംഗീത നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലെന്നാണ് വിവരം. ലോട്ടറി വകുപ്പിലെ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണവും തുടരുകയാണ്. കെ സംഗീത് ഒറ്റയ്ക്കല്ല ഈ തട്ടിപ്പ് നടത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമായി. ഇനി കണ്ടെത്തേണ്ടത് റിപ്പോർട്ടിൽ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് വീഴ്ചയാണോ അതോ അവർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നാണ്. തട്ടിപ്പിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കാണാം നാളെ. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വിശദമായ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി 24 റൗണ്ട് അപ്പിൽ പ്രജിൻ ചേരും. നമസ്കാരം.